ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. 73-ാം സങ്കീർത്തനം 28-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. സങ്കീർത്തകനായ ആസഫ് കർത്താവിനോടുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമക്കളുടെ ആനന്ദം ദൈവമാണ്. ഈ വലിയ തിരിച്ചറിവോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് സ്നേഹത്തോടെ പ്രവേശിക്കാം. നമ്മൾ അല്പസമയം കർത്താവിനെ മനം തുറന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. സകല ഭാരങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്ന വേദനകളും തകർച്ചകളും കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിച്ചുകൊണ്ട് ദൈവമക്കളുടെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും ഒരുമിച്ച് കുടുംബമായി എല്ലാം മറന്ന് അല്പസമയം പാടി ആരാധിക്കും. ഇത് കൃപയുടെ സമയമാണ്. യേശുവോട് ചേർന്നിരിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. നമുക്കത് പ്രഖ്യാപിക്കാം. കർത്താവിന് തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് കുടുംബമായി കരമടിച്ച എല്ലാ മക്കളും ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുന്നു. We worship Lord. We worship Jesus. We adore you. I love you, Jesus. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? ഉണർവോടെ പാടി ആരാധിച്ച് ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അതിനേക്കാൾ ഉന്നതമായൊരു പദവി നമുക്ക് ലഭിക്കാനില്ല. ആ തിരിച്ചറിവോടെ ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴൻ കാക്ഷിച്ചിടുന്നേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴ, ആശ തന്റെ കൂടെ കരമുയർത്തിയടിച്ചു പാടുന്നു. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എല്ലാവരും ഒരുമിച്ച് കരമുയർത്തിയടിച്ച് ശക്തിയോടെ പാടി ആരാധിച്ച് ആ കെട്ടുകൾ കഴിഞ്ഞുകൊണ്ട് എത്ര ഭാഗ്യമേ. കരമടിച്ചു പാടാം. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. ഒന്ന് പരസ്പരം പറഞ്ഞു പാടി ആത്മാവിൽ പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച്. അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അങ്ങു തന്റെ ശുദ്ധരൊത്ത് പാടിയാർക്കുമേ, ഇന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം. അസ്വർഗീയ മഹത്വം ദർശിച്ചെന്ന് പാടി ഇന്നെനിക്കു സാധ്യമോ മഹൽ നമ്മൾ ഒരുമിച്ച് പാടുന്നു. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, തലമുറയ്ക്ക് ബോധ്യം കൊടുക്കണം. ഞങ്ങൾ ഉന്നതമായി പദവിയില്ല. ഒരിക്കൽ കൂടെ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴൻ കാക്ഷിച്ചിടുന്നേ. ആശ തന്നോടെന്നും ആശ തന്റെ കൂടെ വാഴൻ കാക്ഷിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴൻ കാക്ഷിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴൻ കാക്ഷിച്ചിടുന്നേ. ഇരുകരങ്ങളും കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുക മക്കളെ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ട സകല നന്മകളുമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളുണ്ട്, അഭിഷേകമുണ്ട്, വിമോചനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, അങ്ങനെ സാന്നിധ്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ സാന്നിധ്യം പകരണമേ. ഏതൻ തോട്ടത്തിൽ ഉലാത്തിയ കർത്താവേ, ഈ സ്തുതി ആരാധനയിൽ ഞങ്ങളുടെ ഭവനങ്ങളിലൂടെ ഉലാത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകണമേ. പാപക്കെട്ടുകളെ
അഴിക്കണമേ. രോഗബന്ധനങ്ങള് തകർക്കണമേ. ശാപമുഖങ്ങളെ ഒഴിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഇത് അനേക മക്കളിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ആരെയും ശ്രദ്ധിക്കണ്ട. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. യേശുവേ, അഭിഷേകം, അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ആനന്ദത്തിന്റെ അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം, സ്നേഹത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം കത്തിജ്വലിക്കട്ടെ, കത്തിജ്വലിക്കട്ടെ. അനേകായിരങ്ങളിൽ കത്തിപ്പടരട്ടെ. ആരാധന, 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 ആരാധന. പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ. ഈ സ്തുതി ആരാധനയിൽ വ്യക്തിപരമായി പല നിയോഗങ്ങളുമായി പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ മേൽ കർത്താവെ കരം നീട്ടണമേ. നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ. അവരെ കൃപയിൽ നടത്തണമേ, വചനത്തിൽ ആഴപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. കർത്താവെ, നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജനത്തിന്റെ മേൽ അഭിഷേകം പകരണമേ. അങ്ങനെ ജനത്തോട് അവിടുന്ന് സംസാരിക്കണമേ, അങ്ങ് സംസാരിക്കണമേ, അവിടുന്ന് സംസാരിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി ദാഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുക എന്ന സന്ദേശമാണ്. ദൈവമക്കളായ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുവാനാണ്. 91-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമാണ്. പലപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തന ഭാഗമാണ് 91-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. എത്ര മനോഹരമായ വാഗ്ദാനമാണിത്. നമ്മുടെ ജീവിതങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഞാനും നിങ്ങളും സ്നേഹത്തിൽ ഒട്ടി നിൽക്കേണ്ടത് കർത്താവിനോടാണ്. കർത്താവിന്റെ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവ് നൽകുന്ന നന്മകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടണമെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ സ്നേഹത്തിൽ കർത്താവിനോട് ഒട്ടി നിൽക്കണം. നമ്മൾ പറ്റി നിൽക്കേണ്ടത് ഈ ലോകത്തോടാണോ? നമ്മൾ ഒട്ടി നിൽക്കേണ്ടത് ജഡീകതകളോടാണോ? വചനം പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഒട്ടി നിൽക്കേണ്ടത് കർത്താവിനോട് മാത്രമായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ എഫെസസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ എഫെസസിലെ വിശ്വാസ സമൂഹത്തെ നോക്കി അപ്പോസ്തലൻ പറയുകയാണ്: ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിന്റെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കുവിൻ. കർത്താവിന്റെ അഭിഷ്ടം അറിയാതെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചാൽ നമ്മുടെ ഈ ജീവിതം ഭോഷത്വമാണെന്ന് വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഭോഷന്മാര്? ലോകത്തിന് മുൻപിൽ പലപ്പോഴും ഭോഷന്മാര് പഠിപ്പില്ലാത്തവര്, സ്വന്തമായൊരു വീടില്ലാത്തവര്, സൗന്ദര്യമില്ലാത്തവര്, പ്രത്യേകിച്ച് കഴിവുകളില്ലാത്തവര്, വസ്ത്രമില്ലാത്തവര്, ഇവരൊക്കെയാണ് പലപ്പോഴും ലോകം ഭോഷന്മാരായി കരുതുന്നത്.
എന്നാൽ കർത്താവിന്റെ കണ്ണുകളിൽ ആരാണ് ഭോഷന്മാരെ? പഠിപ്പില്ലാത്തവരല്ല, സ്വന്തമായൊരു വീടില്ലാത്തതല്ല, ജോലിയില്ലാത്തതല്ല, കഴിവുകളില്ലാത്തതല്ല, സൗന്ദര്യമില്ലാത്തതല്ല, ആരോഗ്യമില്ലാത്തതല്ല. കർത്താവിന്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരെന്ന് പറയുന്നത് കർത്താവിന്റെ അഭിഷ്ടം അറിയാതെ ഈ ലോകത്തിൽ ആരൊക്കെ ജീവിക്കുന്നുവോ അവരാര് തന്നെയായാലും വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ്, അവർ ഭോഷന്മാരാണ്. അപ്പൊ ദൈവമക്കളെ, ഈ ലോകത്തിൽ കർത്താവിന്റെ ഇഷ്ടം അറിയാതെ ഞാനും നിങ്ങളും ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഭോഷത്വമായി മാറാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്താണ് കർത്താവിന്റെ അഭിഷ്ടം? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ കർത്താവിന്റെ ആഗ്രഹം എന്താണ്? എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുമുള്ള കർത്താവിന്റെ സ്വപ്നം എന്താണ്? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ യൂദാ ഭവനവും ഇസ്രായേൽ ഭവനവും എന്നോട് ചേർന്നിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്രിയ സഹോദര സഹോദരി, എന്താണ് കർത്താവിന്റെ ആഗ്രഹം? അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ അവൻ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത നാം ഓരോരുത്തരും അവനോട് ചേർന്നിരിക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരു ക്രൈസ്തവൻ എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ്. ഞാൻ സന്തോഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും എന്റെ മാമുദീസ പേര് ഫ്രാൻസിസ് എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധാരിയാണ് ഞാൻ മാമുദീസ കുദാശ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കുദാശ സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഞാനൊരു ക്രൈസ്തവനാകുന്നില്ല, ഞാനൊരു വിശ്വാസിയാകുന്നില്ല. ഞാനൊരു ക്രൈസ്തവനാകുന്നത് ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ്. ഒരു ക്രൈസ്തവിന്റെ വിളി എന്താണ്? നമ്മുടെ വിളി എന്താ? നമ്മൾ ആരുമാകട്ടെ, ഒരു ക്രൈസ്തവിന്റെ വിളി എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രവാചകനായ ജെറമിയായോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. വീണ്ടും കർത്താവ് പറയുകയാണ്, ഇത് അവർ എന്റെ ജനവും എന്റെ കീർത്തിയും എന്റെ അഭിമാനവും എന്റെ മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. അപ്പൊ ആരാണ് കർത്താവിന്റെ ജനം? കർത്താവിന്റെ ജനം ആരാ? കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാണ് കർത്താവിന്റെ ജനം. പ്രിയ ദൈവമക്കളെ, ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്, കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നത്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താന്ന് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാ പഠിപ്പിക്കുക. ഒന്നാമത്, അവർ എന്റെ ജനവുമാണ്. അപ്പൊ ആരാണ് കർത്താവിന്റെ ജനം? പേരുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ കർത്താവിന്റെ മകനായി മകളായി മാറുന്നില്ല. കർത്താവിന്റെ ജനം കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാണ്. രണ്ടാമത് പറയുകയാണ്, അവർ എന്റെ കീർത്തിയാണ്. ദൈവത്തിന്റെ കീർത്തി ആരാ? സ്വർഗമല്ല. കർത്താവിന് കീർത്തി ആരാ? മുഖ്യദൂതന്മാരല്ല. കർത്താവിന് കീർത്തി ആരാ? കോടാനുകോടി നവൃത്ത മാലാകമാരാണോ? ഇതൊന്നുമല്ല. കർത്താവിന്റെ കീർത്തി അവന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് അവൻ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഞാനും നിങ്ങളുമാണ് കർത്താവിന്റെ കീർത്തി. ഹല്ലേലൂയ. നമ്മിലൂടെ വേണം ദൈവം കീർത്തിക്കപ്പെടാൻ. ഈ ലോകത്തിൽ കർത്താവ് അറിയപ്പെടുന്നത് ആരിലൂടെയാ? നമ്മിലൂടെയാ. നമ്മുടെ പ്രവൃത്തി കണ്ട്, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന് കീർത്തി ഉണ്ടാകണം. ഉദാഹരണത്തിന്, സമൂഹത്തിൽ ഉന്നതന്മാരായ വ്യക്തികളുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും ചിലപ്പോൾ അവരുടെ പിതാക്കന്മാരോ അമ്മമാരോ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന വ്യക്തിയുടെ പിതാവ് അന്തരിച്ചു എന്ന് പത്രത്തിലൊക്കെ വാർത്ത വേണം. ഇന്ന മന്ത്രിയുടെ അമ്മ മരിച്ചു, ഇന്ന ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ ഭാര്യ മരിച്ചു. അപ്പൊ ഈ മാതാപിതാക്കൾ ഇവരൊക്കെ അറിയപ്പെടുന്നത് ആ മക്കളിലൂടെയാണ്. ഉന്നതരായ മക്കളിലൂടെയാണ് പലപ്പോഴും പല പേരൻസും അറിയപ്പെടുന്നത്. ഇതുപോലെ കർത്താവ് ഈ ലോകത്തിൽ അറിയപ്പെടുന്നത് ആരിലൂടെയാ? നമ്മിലൂടെയാണ്. നമ്മളാണ് കർത്താവിന്റെ കീർത്തി. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെ ദൈവം മോശയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോശ, എന്റെ ജനത്തിന്റെ കഷ്ടതയും കണ്ണുനീരും ഞാൻ കണ്ടു. അവരുടെ വിമോചകനായി ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഒരു പുതിയ ദൗത്യ മിഷൻ കർത്താവ് മോശയെ ഏൽപ്പിക്കുകയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ
മോശ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, സംഗതിയൊക്കെ നീ പറഞ്ഞത് നല്ല കാര്യം, കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്നാൽ ഞാൻ അവരെ അടുത്ത് ചെന്ന് നീ പറഞ്ഞ കാര്യം പറയുമ്പോൾ നിന്നെ ആരാണ് അയച്ചത്, നിന്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാ ഞാൻ എന്താണ് ഉത്തരം പറയുക? ഈ സമയത്ത് കർത്താവ് തന്റെ ഹൃദയം മോശയുടെ മുമ്പിൽ തുറക്കുകയാണ്. ദൈവം പറഞ്ഞു, മോശ, ഞാനാകുന്നവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ അവരോട് പറയുക. മോശയ്ക്ക് കർത്താവ് പറഞ്ഞ ഭാഷ അത്ര ക്ലിയർ ആയില്ല. തുടർന്ന് വരുന്ന വചനത്തിൽ പുറപ്പാടിന്റെ പുസ്തകം 3:15 കാണാൻ പറ്റും. കർത്താവ് മോശയോട് വളരെ ഹൃദ്യമായ രീതിയിൽ സംസാരിക്കുകയാണ്. നീ എന്റെ ജനത്തോട് പറയണം. എന്താ പറയേണ്ടത്? നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമാണ് നിങ്ങളുടെ അരികിലേക്ക് എന്നെ അയച്ചിരിക്കുന്നതെന്ന് നീ അവരോട് പറയുക. അബ്രഹാമിന്റെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഡ്രസ് ആരാ? ദൈവം അഡ്രസ് വയ്ക്കുന്ന ആരെയാ? നമ്മൾ പറയില്ലേ, ഒരു പേര് വെച്ചിട്ട് കെയർ ഓഫ്. ഇതുപോലെ ദൈവം തന്നെ പരിചയപ്പെടുത്തിയിട്ട് പറയാ, കെയർ ഓഫ് അബ്രഹാം, കെയർ ഓഫ് അബ്രഹാം, കെയർ ഓഫ് ഐസക്, കെയർ ഓഫ് ജേക്കബ്. ദൈവത്തിന് സ്വന്തമായ ഒരു മേൽവിലാസം ഇല്ലാതെ ദൈവത്തിന് മേൽവിലാസം ആരാ? അത് ദൈവത്തിന്റെ ജനമാണ്. കർത്താവിന്റെ ജനം നമ്മൾ ഓരോരുത്തരാ. കർത്താവിന്റെ അഡ്രസ്. നമ്മിലൂടെ കർത്താവ് കീർത്തിക്കപ്പെടണം. എവിടെ? സഭയിൽ കീർത്തിക്കപ്പെടണം. എവിടെ? ലോകത്തിൽ കീർത്തിക്കപ്പെടണം. എവിടെ? യേശുക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികൾ നമ്മിലൂടെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടണം. ഇതാണ് ഒരു ക്രൈസ്തവന്റെ വിളി. മറന്നു പോകരുത്. സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക, പറ്റി നിൽക്കുക. 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവർ എന്റെ അഭിമാനമാണ്. 4-ാമത് പറയുന്നു, അവർ എന്റെ മഹത്വമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വചനത്തിൽ യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവത്തിൽ വളരാൻ, കർത്താവിന്റെ പരിശുദ്ധിയിൽ വളരാൻ, കർത്താവിന്റെ വിശ്വസ്തതയിൽ, അവന്റെ അനുസരണത്തിൽ, അവന്റെ എളിമയിൽ, അവന്റെ സ്നേഹത്തിൽ വളരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയില്ല. ഉത്തമഗീത പുസ്തകത്തിലൂടെ നിങ്ങൾ വരിക. ക്രിസ്തുവും സഭയും തമ്മിലുള്ള വലിയ ബന്ധം നമ്മെ പഠിപ്പിക്കുന്ന വളരെ അനുഗ്രഹീതമായ പുസ്തകമാണ് ഉത്തമഗീത പുസ്തകം. ഉത്തമഗീത പുസ്തകം 8-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ അവിടെ തോഴിമാര് മണവാട്ടിയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട്. അവിടെ വചനം പറയുകയാണ്, ആത്മനാഥനെ ചാരി വിജന പ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ്? ആത്മനാഥനെ ചാരി ഈ ഒരു ഇന്റിമസിയിലേക്ക്, ഈ ഒരു വിട്ടുപിരിയാത്ത ആത്മബന്ധത്തിലേക്കാണ് പ്രിയ സഹോദര സഹോദരി കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. ഈ ഒരു ബന്ധം ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവനോട് ഒട്ടി നിൽക്കണം. എങ്കിൽ അവന്റെ രക്ഷ, അവന്റെ സ്നേഹം, അവന്റെ ശക്തി, അവന്റെ നന്മകൾ, അവന്റെ കൃപകൾ, അവന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. ലോകം അത് ദർശിക്കും. ഈ ലോകവും കർത്താവിലേക്ക് ആകൃഷ്ടരാകും. വീണ്ടും ഉത്തമഗീത പുസ്തകം 7:10 വചനം പഠിപ്പിക്കുന്നു, ഞാൻ എന്റെ പ്രിയന്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. എത്ര അനുഗ്രഹീതമായൊരു വചനമാണ്. ഞാൻ എന്റെ പ്രിയന്റേതാണ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എന്റെ കർത്താവിന്റേതാണെന്ന്? നമ്മൾ എന്തുമാത്രം ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തവരാ, നമ്മൾ എന്തുമാത്രം കർത്താവിനെ ആരാധിക്കുന്നവരാ, എല്ലാ ദിവസവും കുദാശകൾ സ്വീകരിക്കുന്നവരാ, വചനം ധ്യാനിക്കുന്നവരാ, സുവിശേഷ വേല ചെയ്യുന്നവരാ. വളരെ നല്ല കാര്യമാണ്. എന്നാൽ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാ, ഈ മണവാട്ടി പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റൂ, ഞാൻ പൂർണ്ണമായും എന്റെ കർത്താവിന്റേതു മാത്രമാണ്. അങ്ങനെ പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഞാൻ എന്റെ കർത്താവിന്റേതാണ്, അവൻ എന്നെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താ? നമ്മയാ കർത്താവ് ആഗ്രഹിക്കുന്നത്, നമുക്കുള്ളതിനെയല്ല, നമ്മുടെ പണമല്ല, ആരോഗ്യമല്ല, കഴിവല്ല, നമ്മെ ഓരോരുത്തരെയുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വാ. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ഉം 14-ഉം വചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും.
അവിടെ വചനം പ്രഖ്യാപിക്കുന്നു, അവൻ പിന്നീട് മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ഈ വിളി ലഭിച്ചവരാണ് ഓരോ ക്രൈസ്തവനും. നമ്മൾ മറന്നു പോകരുത്. തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ തന്റെ അടുത്തേക്ക് വിളിച്ചു. കർത്താവ് വിളിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ കഴിയുന്നത്. കർത്താവ് വിളിച്ചതുകൊണ്ട് ഒരു ക്രൈസ്തവനായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. കർത്താവ് വിളിച്ചതുകൊണ്ട് തിരുസഭയിൽ അംഗമായി കുദാശകൾ സ്വീകരിച്ച് ദൈവകൃപയിൽ വളരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത്. എന്തിനാണ് കർത്താവ് വിളിച്ചത്? ചുമ്മാ തമാശ പറഞ്ഞിരിക്കാനോ? കർത്താവ് എന്തിനെ വിളിച്ച്? ഒന്നാമതവിടെ പറയുകയാണ്, തന്നോട് കൂടെ ആയിരിക്കാൻ, ടു ബി വിത്ത് ഹിം, അവനോട് കൂടെ ആയിരിക്കാൻ, പിശാചുകളെ പുറത്താക്കാൻ, വചനം പ്രഘോഷിക്കാൻ. അതൊക്കെ മൂന്നാമത്തെ കാര്യം. തന്നോട് കൂടെ ആയിരിക്കാനാ കർത്താവ് വിളിച്ച്. ഇപ്പൊ വചനം പ്രസംഗിക്കുന്നതിനേക്കാളും സ്തുതിയാര നടത്തുന്നതിനേക്കാളും സ്തോത്രകാഴ്ച നൽകുന്നതിനേക്കാളും മറ്റാത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിനേക്കാളും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അവനോട് ചേർന്നിരിക്കാനാ. കർത്താവിനോട് ചേർന്നിരിക്കാതെയും കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ കർത്താവിന്റെ അംഗീകാരം ഉണ്ടാവുകയില്ല. ഈ മണവാട്ടി പറഞ്ഞതുപോലെ നമുക്കും ഏറ്റു പറയാം, കർത്താവേ ഞാൻ അങ്ങയുടേതാണ്. കർത്താവേ ഞാനും എന്റെ കുടുംബവും അങ്ങയുടേതാണ്. കർത്താവേ ഞാനും അങ്ങ് എനിക്ക് തന്ന സകലതും അവിടുത്തേത് മാത്രമാണ്. ഈ ഏറ്റുപറച്ചിലും തയ്യാറാവുക. ടു ബി വിത്ത് ഹിം, അവനോട് ചേർന്നിരിക്കുക. ദൈവമക്കളായ നമ്മുടെ വിളി, നമ്മുടെ തെരഞ്ഞെടുപ്പ് കർത്താവിനോട് പറ്റിയിരിക്കുവാനാണ്. അവനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൗന്ദര്യമുള്ളവരാകുന്നത്, നമ്മൾ വിശുദ്ധിയുള്ളവരാകുന്നത്, നമ്മുടെ ജീവിതങ്ങൾ പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ ഒരു അഭിഷേകം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സ്വീകരിച്ച് നമ്മിലൂടെ ഈ ലോകം മുഴുവനിലും തിരുസഭ മുഴുവനിലും കർത്താവ് കീർത്തിക്കപ്പെടുവാനായി ആഗ്രഹിക്കാം. ഒരു പരിപൂർണമായ സമർപ്പണത്തോടെ കർത്താവിന്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളെയും പൂർണ്ണമായി കർത്താവ് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.